everybody, welcome to JD's Garage. ഇന്ന് ഞാനുള്ളത് ലാംബോർഗിനി മ്യൂസിയത്തിലാണ് ഇൻ സെയിൻറ്റ് അഗാട്ട ഇൻ ഇറ്റലി. സോ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റുന്നതെല്ലാം ലാംബോർഗിനിയുടെ ലൈഫ് സൈക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വണ്ടികളും കാണാനുള്ളൊരു ചാൻസ് കൂടെയാണ് നമുക്ക് ഇന്നുള്ളത്. സോ വെൽക്കം ടു ദി എപ്പിസോഡ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ലാംബോർഗിനിയെ പറ്റി കുറച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം. ഫെറൂച്ചിയോ ലാംബോർഗിനി ഒരു എൻജിനീയർ അറ്റ് ഹാർട്ട് ആയിരുന്നു. ആൻഡ് ഹീ ഹാഡ് എ ഫാമിലി ബിസിനസ് ഓഫ് ഫാമിംഗ്. ആൻഡ് ആ ഫാമിംഗ് ബിസിനസ്സിൽ പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും പുള്ളിക്ക് അതിൻ്റെ എൻജിനീയറിംഗ് സൈഡിലും അതേപോലെ ഇംപ്ലിമെൻറ്റ്സിൻ്റെ സൈഡിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഫെറൂച്ചിയോ ലാംബോർഗിനി വേൾഡ് വാർ ടൈമിൽ ഹി വാസ് ഡിപ്ലോയ്ഡ് ഇൻ ദി ആർമി. ആൻഡ് അങ്ങനെ കുറച്ച് കാലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫോർ എ ഇയർ ഹി വാസ് ക്യാപ്ചേർഡ് ആഫ്റ്റർ ദ വാർ. ഒരു വർഷം പുള്ളിക്ക് ബ്രിട്ടീഷ് ആർമിയുടെ കൂടെയും വർക്ക് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഇവർ വൈൽ ദേ ടുക്ക് ഹിം പ്രിസണർ പുള്ളിനെ ഒരു ഇമ്പോർട്ടൻ്റ് അസറ്റായിട്ട് അവർ കണ്ട് ഒരു എൻജിനീയർ ആയിട്ടാണ് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പുള്ളിക്ക് കുറേ അധികം എക്സ്പീരിയൻസ് കിട്ടാനും പറ്റി ഇൻ ടേംസ് ഓഫ് ബിൽഡിംഗ് വെഹിക്കിൾസ്, അതേപോലെ മിലിറ്ററി വണ്ടികളെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും എക്വിപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടും എല്ലാത്തിലും വളരെ ഒരു റിച്ച് എക്സ്പീരിയൻസ് പുള്ളിക്ക് കിട്ടി. എന്നാൽ അത് കഴിഞ്ഞ് പുള്ളി തിരിച്ച് വൺസ് ഹി കെയിം ബാക്ക് ടു ഹിസ് റെഗുലർ ലൈഫ് ഓഫ് ഫാമിലി ബിസിനസ് അഗൈൻ ഫാമിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ദാറ്റ് പുള്ളിക്ക് ഫാമിങ്ങിനേക്കാളും കൂടുതൽ ഫാം ഇംപ്ലിമെൻറ്റ്സും അതേപോലെ അതിൻ്റെ ഒരു സയൻസും ടെക്നോളജി ആസ്പെക്റ്റിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ പുള്ളി ഫാം ഇംപ്ലിമെൻറ്റ്സും ട്രാക്ടേഴ്സും ഉണ്ടാക്കി തുടങ്ങി, ജനറേറ്റേഴ്സ് ഉണ്ടാക്കി തുടങ്ങി, AC, ഹീറ്റേഴ്സ്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കി തുടങ്ങി. ആൻഡ് ഹി വാസ് വെരി സക്സസ്ഫുൾ അറ്റ് ദാറ്റ്. സോ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വളരെ പ്രോസ്പറസ് ആയി. ആൻഡ് ബീയിങ് ഒരു മെക്കാനിക്കലി ഇൻക്ലൈൻഡ് ആസ് വെൽ ആസ് ഒരു എഞ്ചിനീയറും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് തന്നെയും പുള്ളി വണ്ടികൾ എൻജോയ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ആൻഡ് വണ്ടികൾ എന്ന് പറയുമ്പോൾ ഫൈൻ വണ്ടികൾ പുള്ളി വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. ഹി ഹാഡ് എ വെരി ഗ്രേറ്റ് കളക്ഷൻ. ഹി ഹാഡ് എ Mercedes 300 SL, കുറേ മാസറാറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് അറൌണ്ട് ദ സെയിം ടൈം ദാറ്റ് ഹി സെറ്റപ്പ് ഹിസ് ട്രാക്ടർ കമ്പനി ഫെറാറി, അതേ ടൗണിൽ തന്നെ ഫെറാറിയും നിയർ ബൈ ഒരു കാർ ഫാക്ടറി തുടങ്ങി. എൻസോ ഫെറാറി സ്റ്റാർട്ടഡ് മേക്കിംഗ് എക്സ്ക്ലൂസീവ് സ്പോർട്സ് കാർസ് ആൻഡ് ദോസ് വെയർ റിഗാർഡഡ് ആസ് സം ഓഫ് ദ ബെസ്റ്റ് കാർസ് ഇൻ ദ വേൾഡ്. അങ്ങനെ നാച്ചുറലി ഫെറൂച്ചിയോ ലാംബോർഗിനി ബീയിങ് എൻ എൻതൂസിയാസ്റ്റ് പുള്ളി പോയിട്ട് കുറേ ഫെറാറീസും മേടിച്ചു. ആൻഡ് ഫെറാറീസ് മേടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതിൻ്റെ അകത്ത് കുറേ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സും കുറേ കാര്യങ്ങളും എല്ലാം വേണമെന്ന് തോന്നി. ബിക്കോസ് അറ്റ് ഹാർട്ട് പുള്ളിയും ഒരു എഞ്ചിനീയർ ആയിരുന്നു, പുള്ളിയും വണ്ടി ഉണ്ടാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ. അങ്ങനത്തെ ഒരു കാര്യത്തിൽ പുള്ളി ലേറ്റർ ഓൺ ഫെറാറിനെ അപ്രോച്ച് ചെയ്തു, എൻസോ ഫെറാറിനെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ദാറ്റ് ഈ വണ്ടികളിൽ നമുക്ക് ഇന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് ഡിഡ് നോട്ട് ഗോ ടു വെൽ. അങ്ങനെയാണ് എൻസോ ഫെറാറി ബേസിക്കലി എന്നാൽ താൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ എന്നാൽ പിന്നെ താൻ തന്നെ ഒരു വണ്ടി ഉണ്ടാക്കി കാണിക്കുന്നുള്ള മട്ടിൽ ചലഞ്ച് ചെയ്തു. അങ്ങനെയാണ് ഫെറൂച്ചിയോ ലാംബോർഗിനി കാർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആൻഡ് ദ ഫസ്റ്റ് കാർ ദാറ്റ് ഹി മേഡ് വാസ് ദിസ്, ദ 350 GT. 1963 ഈ വണ്ടി ഇറക്കുന്നത്. സോ 350 GT എന്ന് പറയുന്ന ഈ വണ്ടി പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന വാസ് വിത്ത് എ V12 എൻജിൻ മേക്കിംഗ് അബൌട്ട് 280 ഹോഴ്സ് പവർ. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള പല വണ്ടികളും ക്രൂഡ് സസ്പെൻഷൻ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വണ്ടിക്കകത്ത് ഓൾ വീൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് പുള്ളി കൊടുത്തത്. ആൻഡ് മെറ്റീരിയൽസ് ആണെങ്കിലും കൺസ്ട്രക്ഷനിലാണെങ്കിലും ദെയർ വാസ് എ ലോട്ട് ഓഫ് വർക്ക് ഡൺ. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ പല എവല്യൂഷൻസും ഉണ്ടാക്കിയത്. വാട്ട് വി സീ ഹിയർ ഇസ് ദ ഫസ്റ്റ് മോഡൽ, അതാണ് 350 GT. പിന്നെ ഇതിൻ്റെ തന്നെ കുറേ അഡ്വാൻസ്ഡ് വേർഷൻസ് വന്നു. പിന്നെ 400 GT ആയി. അതേപോലെ ഇതിൻ്റെ തന്നെ 2+2 സീറ്റേഴ്സ് വന്നായിരുന്നു. ഈ വണ്ടിയാണ് ആക്ച്വലി ലാംബോർഗിനി എന്നുള്ളൊരു കാർ മാനുഫാക്ചർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു വണ്ടി അഗെയിൻ ഒരു മോർ ഓഫ് എ ഗ്രാൻഡ് ടൂറർ ആയിരുന്നു. ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര ഒരു അഗ്രസീവ് ബോഡി ലൈനൊന്നും അല്ല ഇത്. ആ സമയത്തുണ്ടായിരുന്ന പല ഒരു സ്പോർട്ട് ടൂറേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് ടൂറേഴ്സിന് ഉള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയ വണ്ടി വാസ് റിയലി ലൈഫ് ചേഞ്ചിങ് തന്നെ പറയാം. സോ ദിസ് ഈസ് ദ ലാംബോർഗിനി മിയൂറ, വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് കാർസ് ഇൻ ദ വേൾഡ്. സോ ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇതിനകത്ത് ഹി വെൻറ്റ് ഓൾ ഔട്ട് ആൻഡ് മെയ്ഡ് എ ഹാർഡ് കോർ സ്പോർട്സ് കാർ. സോ അഗെയിൻ V12 ആണ് ഇതിനകത്ത് എൻജിൻ വന്നിരിക്കുന്നത്. ബോഡി വർക്ക് വാസ് ബൈ ബെർട്ടോണെ ആൻഡ് ദാറ്റ് റിയലി ഇസ് സംതിങ്. ഇതിൻ്റെ ബോഡി വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഇറ്റ് ഈസ് വെരി പർപ്പസ്ഫുൾ, ഇറ്റ് ഈസ് വെരി സ്റ്റൈലിഷ്. നമുക്ക് ആ ഒരു വീൽസ് കാണുകയാണെങ്കിലും അതേപോലെ ഇതിനകത്തുള്ള ഓരോ ചെറിയ ഡിസൈൻ എലമെൻറ്റും, ഇവിടെ വരുന്ന ഈ ഒരു എയർ വെൻസ് ആണെങ്കിലും ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഫ്ലൈയിങ് ബട്ടർസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ജസ്റ്റ് ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ കാറ്. അത്ര ഒരു ലിറ്ററലി ഒരു വർക്ക് ഓഫ് ആർട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഇൻഡീഡ് എ ഫോർച്യൂൺ ടു ഈവൻ സീ ദിസ് കാർ ഇൻ റിയൽ. ഈ വണ്ടിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും ഒരു റിയർ മിഡ് പൊസിഷനിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്.
ആൻഡ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് ഇൻ ദ സെൻറ്ററാണ് കൊടുത്തിരുന്നത്. ആൻഡ് ഇത് ദാറ്റ് മേഡ് ഇറ്റ് എ ലോട്ട് മോർ കോമ്പാക്ട്. അങ്ങനെ ഇത് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായി. അതേപോലെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഷാസിയുടെ കൺസ്ട്രക്ഷനും എല്ലാം കാരണം ദ ഹോൾ വെയ്റ്റ് ഓഫ് ദ കാർ വാസ് ജസ്റ്റ് അണ്ടർ 1000 kilograms. ആൻഡ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ജെറ്റ് ഫൈറ്റർ. ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം, അന്നത്തെ ഒരു ഡിസൈൻ എലമെൻറ്റ് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്, നമ്മളിങ്ങനെ ഈ വണ്ടി ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ഓപ്പൺ ദ ഡോർസ്, ലിറ്ററലി അതൊരു ചാർജ് ചെയ്യാൻ വരുന്ന ബുള്ളിൻ്റെ റെമിനിസെൻ്റ് ആയിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ആൻഡ് അഗെയിൻ ഫ്രം ദിസ് പോയിന്റ് ഓൺ ലാംബോർഗിനിയുടെ എല്ലാ വണ്ടികളും എക്സെപ്റ്റ് ദ കൂണ്ടാഷ് വാസ് നെയിംഡ് ആഫ്റ്റർ എ ബുൾ, എ ബ്രീഡ് ഓഫ് ബുൾ. സോ ഇതും ഒരു ബുള്ളിൻ്റെ പേര് വെച്ചിട്ടാണ് അവർ മ്യൂറ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ തന്നെ പല വേർഷൻസും ഉണ്ടായിരുന്നു. ഓവർ ദ ഇയേഴ്സ് പല അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളും വന്നിട്ട് ദേ മെയ്ഡ് മെനി വേർഷൻസ് ഓഫ് ദിസ്. ദിസ് ഈസ് ദ മ്യൂറ എസ്. നമ്മൾ അവിടെ നിന്ന് മ്യൂറ കഴിഞ്ഞിട്ട് അഗൈൻ നമുക്കറിയാം ആദ്യത്തെ ലാംബോർഗിനി ഒരു 2+2 വണ്ടിയായിട്ടാണ് അവർ ഇറക്കിയത്. സോ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമുക്ക് എസ്പാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വണ്ടി ഇറക്കിയത്. അഗൈൻ ഇതിൻ്റെ ഡിസൈൻ വാസ് ഡൺ ബൈ ബെർട്ടോണെ. നമുക്ക് കാണാം ഇതൊരു പ്രോപ്പർ 4 സീറ്റർ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. 4 ലക്ഷൂറിയസ് സീറ്റ്സാണുള്ളത്. നമുക്ക് ഈച്ച് വണ്ടിയിലും അതിൻ്റെ ഒരു ഡിഫറൻസ് ഇൻ അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഫോം ഫങ്ഷൻസ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ദിസ് കാർ ടു ഹാഡ് എ V12 എൻജിൻ. ആൻഡ് ഇതാണ് അവർ പ്രോപ്പറായിട്ട് ഒരു 4 സീറ്റർ എന്ന് പറഞ്ഞിറക്കിയത്. മറ്റേ 2+2 ഉണ്ടായിരുന്നെങ്കിലും ഇത് 4 സീറ്റർ 4 പേരെ ഇരുന്നുകൊണ്ട് പോകാമെന്നുള്ളൊരു ഗ്രാൻഡ് ടൂറിങ് കാറാണ് ഉണ്ടാക്കിയത്. ആൻഡ് ഇതിനകത്ത് ആ സമയത്ത് ഒരു ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷനാണ് കൊടുത്തിരുന്നത് ഫോർ കംഫർട്ട് ആസ് വെൽ ആസ് ഹാൻഡ്ലിംഗ്, വിച്ച് വാസ് ക്വൈറ്റ് അഡ്വാൻസ് ഫോർ ദ ടൈം. കാര്യം ഇതൊരു ലേറ്റ് 60s വന്ന വണ്ടിയാണ്. സോ ഇവർ 10 കൊല്ലമാണ് ഈ വണ്ടി വിറ്റത്. ദാറ്റ് ഈസ് ക്വൈറ്റ് എ ലോങ് പീരിയഡ് ഇൻ ദാറ്റ് ടൈം. കാര്യം ആ സമയത്ത് എല്ലാ വർഷങ്ങളും എന്തെങ്കിലും അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ മാർക്കറ്റിലും വരുന്നൊരു സമയത്ത് 10 കൊല്ലം ഈ വണ്ടി വിൽക്കാൻ പറ്റി എന്നുള്ളത് ഇറ്റ്സ് റിയലി അമേസിങ്. ഫ്രണ്ട് എൻജിൻ V12 അഗൈൻ. ആൻഡ് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റൈൽ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് വെരി ഡിഫറെൻറ്റ്. നമുക്ക് ഇക്കാലത്ത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഷേപ്പോ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിങ്ങോ വെച്ചിട്ടൊരു വണ്ടി കിട്ടില്ല. ആൻഡ് റിയലി നമ്മളിപ്പോൾ മ്യൂറയുടെ കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് ഔട്ട് ഹൗ മച്ച് ലാർജർ ദിസ് കാർ ഇസ്. ആൻഡ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ദിസ് മേഡ് ഇറ്റ് എ വെരി പ്രാക്ടിക്കൽ 4 സീറ്റർ വിത്ത് അത്യാവശ്യം നല്ലൊരു ലഗേജ് ബേയും കാര്യങ്ങളും തന്നെ ഉണ്ട് ഇതിനകത്ത്. ശരിക്കും ഒരു പ്രോപ്പർ GT കാറായിട്ട് തന്നെയാണ് അവർ ഇറക്കിയത്. ഇപ്പോൾ നമ്മൾ 70s അവരുടെ ഒരു ഫാമിലി കാർ എന്ന് പറയാം, മേ ബി അതൊരു വണ്ടി കണ്ടെങ്കിലും, ബട്ട് വാട്ട് റിയലി കാറ്റപൾട്ടഡ് ദ പോപ്പുലാരിറ്റി ഓഫ് ലാംബോർഗിനി വാസ് ദിസ് കാർ, ഇസ് ദ ലാംബോർഗിനി കൂണ്ടാഷ്. ഫെറുച്ചിയോ ലാംബോർഗിനിക്ക് ബേസിക്കലി ഒരു ഗ്രാൻഡ് ടൂറർ സ്പോർട്സ് കാർസ് ഉണ്ടാക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ബട്ട് എങ്കിലും ഹി അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് ഒരു പ്രോപ്പർ സ്പോർട്സ് കാറിന് അതിൻ്റേതായ ഒരു മാർക്കറ്റും അതിൻ്റേതായ ഒരു ഫാൻ ഫോളോയിങ്ങും ഉണ്ട്. സോ മ്യൂറ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഈ വണ്ടി ഇറക്കുന്നത്, ദ കൂണ്ടാഷ്. കുറേ കൊല്ലം ഡെവലപ്മെൻറ്റിലുണ്ടായിരുന്നു. അഗൈൻ ഡിസൈൻ ബൈ ബെർട്ടോണെ. ആ ഒരു എറയുടെ സ്റ്റൈലിംഗ് ആണ് നമുക്ക് കാണുന്നത്. സോ ദ 70s 80s 90s ആ ഒരു എൻറ്റയർ വെഡ് സ്റ്റൈലിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഹെൽപ്പ്. കുറേ കൂളിംഗ് ഇഷ്യൂസും വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സ്റ്റൈലിങ്ങിലോട്ട് പോയത്. അഗൈൻ V12 മേക്കിംഗ് അബൌട്ട് 375 horse power. ഇറ്റ് ഹാഡ് ഓൾ ദ ട്രഡീഷണൽ ലാംബോ ഫീച്ചേഴ്സ്, ഇറ്റ് ഹാഡ് ഓൾ ദ ട്രഡീഷണൽ ലാംബോ ക്വർക്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ കാണുന്നത് ഇസ് എ ക്വൈറ്റ് എൻ ഏർലി എക്സാമ്പിൾ. ഇത് കഴിഞ്ഞോടെ ഇതിന് ബോഡി കിറ്റും സ്പോയിലറും കുറേ കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര അഡ്വാൻസ്ഡ് ആൻഡ് ഭയങ്കര ഒരു അഗെയിൻ മോർ സ്പേസ്ഷിപ്പ് ലൈക്ക് ആയിട്ട് വണ്ടി. എന്ന് നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ യു ഹാവ് എ വെരി വെരി rare, exotic, expensive vehicle with us. This is the Lamborghini LM002. നമുക്കിപ്പോൾ ഏറ്റവും നമ്മൾ റോട്ടിൽ കാണുന്ന ലാംബോ എന്ന് പറയുന്ന ഉറുസാണ്. ആൻഡ് അതിൻ്റെ ഒരു സ്പിരിച്വൽ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന വണ്ടിയാണ് LM002. സോ ഒറിജിനലി ലാംബോർഗിനി ഒരു ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനീസിനും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടി ഒരു ഓൾ പർപ്പസ് വെഹിക്കിളായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്, എസ്പെഷ്യലി ഫോർ ദ റിച്ച് ആൻഡ് വെൽത്തി ഓഫ് കോഴ്സ്. ആൻഡ് അവർ കുറേ ഇതിനകത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. ഒറിജിനലി ഈ വണ്ടി ഇറക്കിയപ്പോൾ അവരുടെ പ്ലാൻ വാസ് ടു മേക്ക് ദിസ് റിയർ എൻജിൻ ഒരു ക്രൈസ്ലർ V8 ആണ് അവർ ഒറിജിനലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ആ V8 തന്നെ അവർക്ക് എസ്പെഷ്യലി റിയർ മൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായി. സോ അതിൻ്റെ ഡ്രൈവിംഗ് ക്യാരക്ടറിസ്റ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രശ്നമാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും അവരത് വേണ്ട വെച്ചിട്ട് കൂണ്ടാഷിൻ്റെ V12 എൻജിൻ മൗണ്ട് ചെയ്തിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്.
ആൻഡ് ദ സിവിലിയൻ വേർഷൻസ് ഹാഡ് എ ലോട്ട് ഓഫ് ലക്ഷറി ഫീച്ചേഴ്സ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടാൽ തന്നെ അറിയാം, വുഡൻ ട്രിമ്മും 4 ഇൻഡിവിജ്വൽ ബക്കറ്റ് സീറ്റും നടുക്കി കൂടെ വലിയൊരു ടണലും കാര്യങ്ങളും പോകുന്നുണ്ട്. സോ ബേസിക്കലി നമ്മുടെ ഹമ്മറിൽ നമ്മൾ എന്തൊക്കെ കണ്ടോ ആ ഒരു സ്റ്റൈലിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. ബട്ട് മെനി ഇയേഴ്സ് അഗോ എല്ലാം പിക്കപ്പായിട്ട് തന്നെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് സുൽത്താൻ ഓഫ് ബ്രൂണയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ലാസ്റ്റ് ഇറക്കിയ വണ്ടികളിൽ ഈ ഒരു പ്രോപ്പർ SUV പോലെയും ഇറക്കിയായിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ദി SU ട്രക്ക് ദറ്റ് യു സീ ഹിയർ. സോ ടോക്കിംഗ് അബൌട്ട് ഓൾട്ടർനേറ്റ് ലാംബോർഗിനീസ്, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇസ് അനദർ ഡിഫറെൻറ്റ് ലാംബോർഗിനി. കാര്യം നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം V12 വെച്ചിട്ടുള്ള ഹൈ പവർ ഹൈലി എക്സ്പെൻസീവ് സ്പോർട്സ് കാർസ് ആയിരുന്നെങ്കിൽ ഈ വണ്ടി കാണുന്നത് ഇസ് ദ ലാംബോർഗിനി ഉറാക്കോ. സ്ലൈറ്റ്ലി ലെസ്സർ നോൺ കാർ. നമുക്ക് അങ്ങനെ അധികം പേര് ഇതിനെപ്പറ്റി പറയുന്ന കേൾക്കാറില്ല. ദാറ്റ്സ് ഓൾസോ ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദ ലോവർ എൻഡ് ലാംബോർഗിനീസ് എന്ന് പറയാം. സോ ഇറ്റ് ഇസ് മച്ച് സ്മോളർ കമ്പയർഡ് ടു ദ കൂണ്ടാഷ് ഓർ ദ മിയൂറ. ആൻഡ് ഇത് ബേസിക്കലി വാസ് മെയ്ഡ് ടു കമ്പീറ്റ് വിത്ത് ഒരു വൺ ലെവൽ ലോവർ കാർസ് ലൈക്ക് ദ ഫെറാറി ഡീനോ, മാസറാട്ടി മെറാക്ക്, ഇങ്ങനത്തെ വണ്ടികളായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അഗൈൻ ഇതൊരു V8 ആണ്. ഫോർ ലാംബോർഗിനി ആദ്യമായിട്ട് അവരൊരു V8 എഞ്ചിൻ ഉണ്ടാക്കിയതാണ്. ആൻഡ് 2+2 സീറ്റിംഗ് ആണ്. അഗൈൻ ഫെറൂച്ചിയോ ലാംബോർഗിനിയുടെ ആ ഒരു ഗ്രാൻഡ് ടൂറർ കോൺസെപ്റ്റ് കുറച്ച് വന്നു. സോ ദിസ് ഈസ് നോട്ട് എക്സാക്ട്ലി എ വെരി ഭയങ്കര ഒരു ഫോക്കസ്ഡ് ഹൈ സ്പീഡ് മെഷീനേക്കാളും കൂടുതൽ ദിസ് ഈസ് എ നൈസ് കാർ ടു ഡ്രൈവ് അറൗണ്ട്. V8 എഞ്ചിൻ അത്യാവശ്യം പെപ്പി, അത്യാവശ്യം കോമ്പാക്റ്റ് ആണ്, ആൻഡ് ഡീസെൻ്റ്ലി ലക്ഷറിയസ് ഓൾസോ ഫോർ 2 people ആൻഡ് ദി ഒക്കേഷണൽ കമ്പനി ദാറ്റ് യു മൈറ്റ് ഹാവ്. They made less than 800 cars of these and very few survive now. So good to see one here. So അങ്ങനെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ എക്സിബിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ക്ലൈംബ് ചെയ്യാം. സോ താഴത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം ലാംബോയുടെ ഹിസ്റ്ററിയും അതേപോലെ അവരുടെ എവല്യൂഷനിലെ വണ്ടികളൊക്കെയാണ്. എന്നാൽ നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ മുകളിലാണ്. ആൻഡ് നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വേ വി ലെഫ്റ്റ് ഫ്രം ദ ഫസ്റ്റ് ഫ്ലോർ. സോ താഴത്ത് നമ്മൾ നിർത്തിയത് ഇസ് വിത്ത് ദ എപ്പിക് ഗ്രീൻ കൂണ്ടാഷ്. ആൻഡ് അത് കഴിഞ്ഞ് വന്ന വണ്ടി ഇസ് ദ ലാംബോർഗിനി ഡിയാബ്ലോ. സോ നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഒരുവിധം എല്ലാവരുടെയും ഒരു ഹീറോ കാർ വൈൽ ഗ്രോയിങ് അപ്പ് വാസ് ദ ലാംബോർഗിനി ഡിയാബ്ലോ. ഡിയാബ്ലോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിയാബ്ലോ കൂണ്ടാഷിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. 1990 മുതൽ 2001 വരെ ദേ മാനേജ് ടു സെൽ ദിസ് കാർ. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഒരു മേജർ ഫേസ് ലിഫ്റ്റും കൂടി ഇതിന് വന്നായിരുന്നു. സോ നമ്മൾ ഈ കാണുന്ന വണ്ടി ഇസ് എ ഫേസ് ലിഫ്റ്റ്. ആക്ച്വലി ലാസ്റ്റ് ഓഫ് ദ ഡിയാബ്ലോസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇസ് എ ഡിയാബ്ലോ GT. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഫേസ് ലിഫ്റ്റ് ബിക്കോസ് ഏർലിയ വണ്ടികൾക്ക് പോപ്പപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിരുന്നത്, വേറാസ് ഈ വണ്ടികൾക്ക് ഫിക്സ്ഡ് ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. ആൻഡ് ബേസിക്കലി ഈ ഹെഡ്ലൈറ്റ്സ് നിസാൻ 300ZXൻ്റെ സെയിം ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. ആൻഡ് ഓരോ വേർഷൻ നോക്കുമ്പോഴും നമുക്ക് മോർ ആൻഡ് മോർ അഡ്വാൻസ്ഡ്, മോർ ആൻഡ് മോർ അഗ്രസീവായി വരുമായിരുന്നു. സോ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ദിസ് ഇസ് ദ GT വിച്ച് വാസ് ദ മോസ്റ്റ് ട്രാക്ക് ഓറിയൻറ്റഡ് വേർഷൻ. ഇതിനകത്ത് ഫുൾ കാർബൺ ഫൈബർ എയറോ ബിറ്റ്സും കാര്യങ്ങളും കാണാം. വണ്ടി ഈസ് മച്ച് ലോവർ ദാൻ എ റെഗുലർ ഡിയാബ്ലോ. അതേപോലെ ഇതിൻ്റെ എയറോഡൈനാമിക് കിറ്റും എയറോ പാക്കേജ് ഭയങ്കര എക്സ്ട്രീം എന്ന് തന്നെ പറയാം. കാര്യം ആ സമയത്ത് ഒരു ഫുൾ കാർബൺ ഫൈബർ വിങ് ഉണ്ട്. സോ ഇതിൻ്റെ എയർ ഇൻടേക്ക് വന്നിരുന്നത് ഒരു പെരിസ്കോപ്പ് എയർ ഇൻടേക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ആദ്യമായിട്ടാണ് ഒരു റോഡ് കാറിന് ഇത്ര അധികം കാർബൺ ഫൈബറും കാര്യങ്ങളും കൊടുത്തിരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുന്നത് ദിസ് വാസ് എസെൻഷ്യലി എ റോഡ് കാർ സ്റ്റിൽ, ഈവൻ ദോ ഒരു ട്രാക്ക് വേർഷൻ ആയിരുന്നെങ്കിലും ഇതൊരു റോഡ് കാർ ആയിരുന്നു. ആൻഡ് ദിസ് വാസ് ജസ്റ്റ് ഫിൽഡ് വിത്ത് എ ലോട്ട് ഓഫ് കാർബൺ ഫൈബർ ബിറ്റ്സ് ആൻഡ് എ ലോട്ട് ഓഫ് എക്സ്ട്രാസ്. സോ ഏർലിയർ കാർസ് ഇത്ര അഗ്രസീവ് അല്ല, കാണാൻ കുറച്ചും കൂടെ പാസീവ് ആണ്. അതേപോലെ ഈ ഒരു ഇൻടേക്കും കാര്യങ്ങളൊന്നും സാധാരണ വണ്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. GT എസ്പെഷ്യലി ഇത് 6 ലിറ്റർ ആയതുകൊണ്ട് അതിന് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും ആദ്യത്തെ വണ്ടികളുടെ ഡാഷ്ബോർഡൊക്കെ ഭയങ്കര പ്ലെയിൻ ഒരു ഫ്ലാറ്റ് ഡാഷ്ബോർഡായിരുന്നു. വേറാസ് ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കേർവ്ഡായി കുറേ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ 2001 ഡിയാബ്ലോൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള വന്ന വണ്ടിയാണ് ദ ലാംബോർഗിനി മർസിലാഗോ. സോ മർസിലാഗോ ബേസിക്കലി അഗൈൻ ഒരു ബുള്ളിൻ്റെ പേരാണ്. സോ ഒരു ബാറ്റ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു ബ്രീഡിൻ്റെ പേരാണ്. ആൻഡ് ഇറ്റ് വാസ് നോൺ ദാറ്റ് ഇറ്റ് വാസ് സോ ഫെറോഷ്യസ് ആൻഡ് സോ ബ്രേവ് ദാറ്റ് അത് ഒരു ബുൾ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് സ്പെയർഡ്, അതിനെ കൊല്ലാണ്ട് വിട്ടിരുന്നു. അത്ര ഒരു ബ്രേവ്, അത്രയും ഒരു അഗ്രസീവ് ഒരു ബുള്ളായിരുന്നു അത്. ആ ഒരു ഇതിലാണ് ഈ വണ്ടീനെയും പേര് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതും അവർക്കൊരു വളരെ സക്സസ്ഫുൾ മോഡലായിരുന്നു. സോ ലാംബോർഗിനി ഓണർഷിപ്പ് മാറിയിട്ട് ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഫുള്ളി ന്യൂ കാറാണ് ഇത്. ആൻഡ് ഈ വണ്ടിയാണെങ്കിൽ അവർ പല വേർഷൻസും പല എവല്യൂഷൻസ് കൂടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇസ് ദി SV വേർഷൻ.
ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഹാർഡ് കോർ വേർഷൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. ആദ്യത്തെ മർസിലാഗോസ് കാണുമ്പോൾ ഇത്ര ഒരു അഗ്രസീവ് അല്ല. ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരുവിധം ഉള്ള വണ്ടികളുടെ എല്ലാം ഒരു ഫൈനൽ എഡിഷൻസ് ആണ്, വിച്ച് മേക്സ് ദം മോർ അഗ്രസീവ് ദാൻ ദെയർ റെഗുലർ വേർഷൻസ്. ആൻഡ് നമ്മൾ അവിടെ നിന്ന് അടുത്ത വണ്ടി കാണുന്നത് ഇസ് ദ ഗയാഡോ ലാംബോർഗിനിയുടെ മോസ്റ്റ് സക്സസ്ഫുൾ വേർഷൻ ആയിരുന്നു. ആൻഡ് നമ്മൾ നേരത്തെ ഉറാക്കോ പറഞ്ഞ പോലെ തന്നെ അവർ കുറച്ചും കൂടെ ഒരു ലോവർ പ്രൈസ്ഡ് വെഹിക്കിൾ, കുറച്ചും കൂടെ സ്മോളർ, കുറച്ചും കൂടെ അഫോർഡബിൾ ആൻഡ് ആക്സസബിൾ ടു എ ലോട്ട് മോർ മാർക്കറ്റ്സ് അങ്ങനെ ഇറക്കിയ വണ്ടിയാണ് ദ ഗയാഡോ. ദേ സോൾഡ് ഓവർ 14,000 ഗയാഡോസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം. ആൻഡ് കുറേ അധികം കാലം ഉണ്ടാക്കിയിരുന്നു. അബൌട്ട് 10 ഇയേഴ്സ് ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. 2003 മുതൽ 2013 വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അതിൽ തന്നെ ഇതിൻ്റെ സ്പൈഡർ വേർഷൻസ് ഉണ്ട്, റെഗുലർ വേർഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ വേരിയൻറ്റ്സ് ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആക്ച്വലി ഗയാഡോ തന്നെ പറയാൻ നമുക്ക് ലാംബോർഗിനിനെ കുറേ കാലം സക്സസ്ഫുൾ ആയിട്ട് വെച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നു. ആൻഡ് ഇൻ എ ഡിപ്പാച്ചർ ഫ്രം വാട്ട് ദ യൂഷ്വലി മേക്ക്, സാധാരണ വണ്ടികളെല്ലാം ലാംബോർഗിനി V12 ഉണ്ടാക്കിയിരുന്നപ്പോൾ ഈ വണ്ടി V10 എഞ്ചിൻ വെച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത്. സോ ഇത് പെർഫോമാൻറ്റേ വേർഷനാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കാണാം കുറേ കാർബൺ ഫൈബർ അവിടെ ഇവിടെയും വീണ്ടും എല്ലായിടത്തും കാർബൺ ഫൈബറാണ്. മോർ അഗ്രസീവ് സീറ്റ്സ്, മോർ അഗ്രസീവ് ഇൻറ്റീരിയർ. ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇൻറ്റീരിയറിലും കാർബൺ ഫൈബറും മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ക്വൈറ്റ് എൻ ഇൻട്രസ്റ്റിംഗ്, ക്വൈറ്റ് എ നൈസ് മോഡൽ. ആൻഡ് നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് ഗയാർഡോ. കുറേ അധികം വണ്ടികൾ ഇന്ത്യയിലും ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സ്റ്റിൽ സീ ദം റണ്ണിങ് അറൗണ്ട് ക്വൈറ്റ് എ ബിറ്റ്. സോ നമുക്കിത് ഫോക്സ്വാഗൻ ഔഡി ഗ്രൂപ്പ് വന്നതിൻ്റെ കുറേ കാര്യങ്ങൾ കാണാം. നമുക്കതിൻ്റെ AC കൺട്രോൾസും അതേപോലെ ഇൻറ്റീരിയറിലെ പല ബിറ്റ്സും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് ഈ കമ്പനിയുടെ ഓണേഴ്സ് എന്നുള്ളത്. സോ ഗയാർഡോ 10 കൊല്ലം ഓടി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സക്സസറായിട്ട് വന്ന വണ്ടിയാണ് ദ ഹുറക്കാൻ. ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അവരുടെ വൺ ഓഫ് ദ അഗെയിൻ. സോ ഇവിടെ ബാക്കി നമ്മൾ കണ്ട വണ്ടികളെ പോലെ തന്നെ ഇതും അവരുടെ ഒരു ലേറ്റർ ഹുറാക്കാനാണ് നമുക്ക് കാണുന്നത്. ഹുറാക്കാൻ പെർഫോമാൻറ്റേ എന്ന് പറഞ്ഞ വേർഷനാണ്. ഇതിനകത്ത് കുറേ ഫുൾ അഗൈൻ എല്ലായിടത്തും നോക്കിയാലും കാർബൺ ഫൈബർ ബിറ്റ്സ് ആണ്. ദിസ് ഈസ് എ വേ മോർ അഗ്രസീവ് ഹുറാക്കാൻ ദാൻ വാട്ട് യുവർ യൂഷ്വലി സീയിങ്. എല്ലായിടത്തും ഫോർജ്ഡ് കാർബൺ ഫൈബറും അങ്ങനത്തെ കാര്യങ്ങളുമാണ് മെറ്റീരിയൽസ് ലൈറ്റ് വെയിറ്റ് സേവിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ഒരു V10 എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹാസ് ബീൻ എ വെരി വെരി സക്സസ്ഫുൾ മോഡൽ ഫോർ ലാംബോർഗിനി. അങ്ങനെ നമ്മളിപ്പോൾ V10 ചെറിയ വണ്ടിയുടെ റീപ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടു. ആൻഡ് മർസിലാഗോയുടെ റീപ്ലേസ്മെൻ്റ് ആണ് വന്നത് ഇസ് ദി അവെൻറ്റഡോർ. സോ ഇവിടെ ഈ കാണുന്ന വണ്ടി ഇസ് ദി അവെൻറ്റഡോർ SVJ. സോ വിച്ച് ഇസ് അഗെയിൻ വൺ ഓഫ് ദ ലേറ്റർ മോഡൽസ് ഓഫ് ദി അവെൻറ്റഡോർ. കുറേ കൊല്ലം ഇത് വെച്ചിട്ടുണ്ട് അവർ. അവെൻറ്റഡോർ ഇപ്പോഴാണ് ജസ്റ്റ് റീപ്ലേസ് ആയിരിക്കുന്നത്. സോ ഈ വണ്ടി അഗെയിൻ അനദർ ലെജൻഡറി കാർ, നാച്ചുറലി ആസ്പിറേറ്റഡ് V12, ദ ക്ലാസിക് ലാംബോർഗിനി ഫോർമുല. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നാട്ടിൽ നിന്നുള്ളൊരു വണ്ടിയായിട്ട് നമുക്ക് കൊണ്ടുവരാം. സോ ദിസ് ഈസ് അഗെയിൻ ഒരു വളരെ ലെജൻഡറി കാറാണ് ആൻഡ് ഡെഫിനറ്റ്ലി എ ഫ്യൂച്ചർ കളക്റ്റബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ലാംബോർഗിനി ഹുറാക്കാനാണ് കുറേ കാലം ലാംബോർഗിനി രക്ഷിച്ചെന്നുള്ളത്. എന്നാൽ ശരിക്കും രക്ഷിച്ച് കരപറ്റിച്ചൊരു വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഇസ് ദി ഉറുസ്. അവരുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് SUV എന്ന് തന്നെ പറയാം ഇൻ ലാംബോർഗിനി ടേംസ്. കാര്യം LM002 ഭയങ്കര ലിമിറ്റഡ് ഒരു SUV ആയിരുന്നെങ്കിൽ ഉറുസ് അവരുടെ ഒരു മാസ് മാർക്കറ്റ് വണ്ടി പോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വണ്ടികൾ വിൽക്കുന്നതും ഇപ്പോൾ ഉറുസ് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഹാസ് ബ്രോട്ട് എ ലോട്ട് മോർ പീപ്പിൾ ഇൻ ടു ദ ലാംബോർഗിനി ഫാമിലി. ആൻഡ് ഇതൊരെണ്ണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ഒരു റോഡ് കണ്ടീഷനും എല്ലാം വെച്ചിട്ട് ഡെയിലി ഓൾമോസ്റ്റ് ഓടിച്ചിറക്കാൻ പറ്റുന്ന ഒരു ലാംബോർഗിനി എന്ന് പറയുന്നത് ഉറുസാണ്. സോ ജസ്റ്റ് ലൈക്ക് വാട്ട് കയൻ ഡിഡ് ഫോർ പോർഷ, ഉറുസ് ഇസ് ഡൂയിങ് ദാറ്റ് ഫോർ ലാംബോർഗിനി. സോ നമുക്ക് ഇവിടെ കാണാം ഒരു ഹുറാക്കാൻ്റെ GT3 ഇവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിംഗ് കാർ സീരീസിലത്തെ വണ്ടിയാണ്. സോ ഇത് ബേസിക്കലി ഒരു പ്രോപ്പർ റേസ് കാറാണ്. നമുക്ക് കാണാം കുറേ എയറോ എഫക്ട്സും കിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറേ എക്സ്ട്രാ ഫോഗ് ലൈറ്റുകളും എക്സ്ട്രാ കൂളിങ്ങിനുള്ള ടെക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എ വെരി സ്ട്രിപ്ഡ് ഔട്ട് റേസർ ആൻഡ് ബേസിക്കലി ടു പെർഫോമൻസ് ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് കൊടുത്തിരിക്കുന്നവർ. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ യു ക്യാൻ സീ ദ റിവെൻറ്റൻ. ഇവരുടെ ഒരു വളരെ ലിമിറ്റഡ് എഡിഷനാണ്. ആ കൂടെ 20 വണ്ടിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓൾ വീൽ ഡ്രൈവ് V12 വണ്ടിയാണ് വന്നിരുന്നത്. കംപ്ലീറ്റ് വണ്ടി കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് ബേസിക്കലി ആ F-22 റാപ്റ്റർ എന്നുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ പ്ലെയിനിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
കംപ്ലീറ്റ് അകത്തുള്ള സാധനങ്ങളെല്ലാം LCD ഡാഷ്ബോർഡും അതേപോലെ അകത്തുള്ള സീറ്റ്സും എല്ലാം ഒരു ഫൈറ്റർ പ്ലെയിൻ പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് കാർബൺ ഫൈബർ ഇൻസൈഡ് ഔട്ട്സൈഡ് എല്ലായിടത്തും കാണാം. വീൽസ് ആണെങ്കിലും ഒരു എറോപ്ലെയിൻ ഇൻസ്പയർഡ് ഒരു ഇതാണ്. ആൻഡ് റിവൻറ്റൺ എന്നുള്ള പേരും അഗൈൻ ഒരു ഫൈറ്റിംഗ് ബുള്ളിൻ്റെയാണ്, ഒരു വെരി ഫേമസ് ഫൈറ്റിംഗ് ബുള്ളാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ പേരും അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് റിയലി ലുക്സ് ലൈക്ക് F-22 പോലത്തെ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ലുക്കാണ്. അതിൻ്റെ ആ ഒരു കളറും ആ ഒരു ഫിനിഷും കൊടുത്തിരിക്കുന്നത് ഒരു സെമി സാറ്റൻ ഫിനിഷിലാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ശരിക്കും ഒരു ഭയങ്കര സ്റ്റെൽത്ത് ലുക്ക് തന്നെയാണ്. നമ്മൾ പല വണ്ടികളും ഇതേപോലെ പലവരും ആക്കാൻ നോക്കിയെങ്കിലും നത്തിങ് കംസ് ക്ലോസ് ടു ദിസ് ഈസ് റിയലി സംതിങ് എൽസ്. നമ്മൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ വാട്ട് യു സീ ഹിയർ ഇസ് ദ സെസ്റ്റോ എലമെൻറ്റോ. സോ അഗൈൻ ഇത് അവരുടെ ചെറിയ വണ്ടി ബേസാണ്. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ V10 എൻജിൻ ദാറ്റ് യു ഹാവ്. ആൻഡ് ഇത് വണ്ടി മുഴുവൻ കാർബൺ ഫൈബറാണ്. ദിസ് ഈസ് ജസ്റ്റ് കാർബൺ ഫൈബർ എവ്രിവെയർ. ഈ പേര് കൊടുത്തിരിക്കുന്നത് കാർബൺ, ബേസിക്കലി 6th എലമെൻറ്റിൻ്റെ ആ പേരാണ് അതിന് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് സെസ്റ്റോ എലമെൻറ്റോ, ബിക്കോസ് ഇത് മുഴുവൻ കാർബൺ ഫൈബറാണ്. നമുക്ക് പെട്ടെന്ന് ഫോട്ടോസിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, ബട്ട് ദിസ് ദ ഹോൾ കാർ ഇസ് ജസ്റ്റ് കാർബൺ ഫൈബർ എവ്രിവെയർ. നമുക്ക് ഇൻറ്റീരിയർ നോക്കിയാലും എക്സ്റ്റീരിയർ നോക്കിയാലും എവിടെ നോക്കിയാലും ഇത് കാർബൺ ഫൈബറും മാത്രമേ ഉള്ളൂ വണ്ടിക്കകത്ത്. ആൻഡ് ആ ഒരു ജെറ്റ് ഫൈറ്റർ തീം തന്നെയാണ് അവരിതിലും ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലൈക്ക് ബേസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക്കാണ്. കാര്യം എൻ്റെ സെൻറ്റർ ട്രാൻസ്മിഷൻ ടണലൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ലൈക്ക് ദർ ഇസ് നോ ട്രിം, നത്തിങ് അറൗണ്ട് ഇറ്റ്. അവിടെയും കാർബൺ ഫൈബറാണ്. സീറ്റ്സ് ഒക്കെ ബേസിക്കലി ഫിക്സ് സീറ്റ്സ് വിത്ത് ജസ്റ്റ് സം കുഷൻ സ്റ്റക്ക് ഓൺ ഇറ്റ്. ഇവിടുത്തെ പാനൽസ് പിടിപ്പിച്ചിരിക്കുന്നതും എല്ലാം ഇങ്ങനത്തെ സ്ക്രൂസും എല്ലാം എക്സ്പോസ് സ്ക്രൂസും കാര്യങ്ങളുമാണ്. സോ ബേസിക്കലി ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ വെയ്റ്റ് റിഡക്ഷൻ ആൻഡ് ഒരു കാർബൺ ഇതാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്, നോട്ട് ഫോർ എനി അതർ എക്സ്ട്രാ തിങ്സ്. നമ്മൾ അവിടെ നിന്ന് സോ അഗൈൻ നമ്മൾ ഓർക്കണം, ആ വണ്ടി ഉണ്ടാക്കിയത് 2007 ഈ വണ്ടി ഉണ്ടാക്കിയത് 2010 13 കൊല്ലം മുമ്പ് ഡിസൈൻ ചെയ്തതാണ്. എന്നാൽ നമുക്കൊരു കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2014 അവരുണ്ടാക്കിയ ഒരു വെഹിക്കിളാണ് ദ വെനേനോ. സോ വെനേനോ അഗൈൻ V12, സോ ഫുൾ സൈസ് കാറാണിത്. ഈ വണ്ടി അവരുടെ ഒരു പിന്നക്കൽ ഓഫ് എയറോഡൈനാമിക്സ്, എയറോടെക്, അങ്ങനത്തെ ആ ഒരു എയറോടെക്കിലാണ് അവർ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യു ക്യാൻ മേക്ക് ദാറ്റ് ഔട്ട്. ഈ വണ്ടിയുടെ ലൈൻസും കാര്യങ്ങളും എസ്പെഷ്യലി ഈ ഒരു ടെയിൽ എൻഡ് കണ്ടാൽ നമുക്കറിയാം ദാറ്റ് ദിസ് ഈസ് റിയലി ആ ഒരു എയറോഡൈനാമിക്സ് ആണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സ്പോയിലറിൻ്റെ പല സെറ്റിങ്സും കാണാൻ പറ്റും. അഗൈൻ ദിസ് ഈസ് ഓൾസോ കാർബൺ ഫൈബർ എവ്രിവെയർ. വീൽസും കാർബൺ ഫൈബറാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് അവർ 4 വണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂപ്പേ വേർഷൻസ്. അതിൽ ബാക്കി 3 ഇസ് ഇൻ ദ ഇറ്റാലിയൻ ഫ്ലാഗിൻ്റെ കളർ. സോ യു ഹാവ് യുവർ റെഡ്, വൈറ്റ് ആൻഡ് ഗ്രീൻ. ആൻഡ് 4ാമത്തെ വണ്ടിയാണ് ഈ ഗ്രേ വണ്ടി, വിച്ച് ഇസ് ഓൺ ഡിസ്പ്ലേ ഹിയർ അറ്റ് ദ ലാംബോർഗിനി മ്യൂസിയം. ആൻഡ് ഇറ്റ് ലുക്സ് വൈൽഡ്. കാര്യം ഇത്രയും വൈൽഡ് വണ്ടികൾ സൈഡിലുണ്ട്, എന്നാലും നമ്മൾ ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഭീകരത കുറച്ച് അധികം തന്നെയാണ്. എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഫ്രണ്ട് എൻഡ് ആൻഡ് ഇതിനകത്ത് വന്നിരിക്കുന്ന എയറോ കിറ്റും കാര്യങ്ങളെല്ലാം ഈസ് വെരി വെരി അഗ്രസീവ്. നമ്മളങ്ങനെ ദിസ് ഇസ് 2014. നമ്മളങ്ങനെ 2014 കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2016 യു ഹാവ് ദ സെൻറ്റിനറിയോ. ഈ വണ്ടി പേര് പറയുന്ന പോലെ തന്നെ ഒരു 100 കൊല്ലം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഫെറൂച്ചിയോ ലാംബോർഗിനിയുടെ 100th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് കാർബൺ ഫൈബർ എവ്രിവെയർ. സോ നമ്മൾ സെസ്റ്റോ എലമെൻറ്റോടെ ഒരു മാറ്റ് കാർബൺ ഫൈബർ കാണുവാണെങ്കിൽ ഇതിനകത്ത് ഫുൾ ഗ്ലോസി കാർബൺ ഫൈബറാണ്. ആൻഡ് ദ ഇയേഴ്സ് ഓഫ് അഡ്വാൻസ്മെൻറ്റ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. എവ്രിവെയർ ദാറ്റ് യു ലുക്ക് ഇസ് ജസ്റ്റ് പ്യുവർ കാർബൺ ഫൈബർ. നമുക്ക് റൂഫാണെങ്കിൽ ആ ഒരു മാറ്റ് ഫിനിഷ് കാർബൺ ഫൈബറാണ്. താഴത്തോട്ട് വണ്ടിയുടെ ഫുൾ ബോഡി വരുന്നതും കംപ്ലീറ്റ് കാർബൺ ഫൈബറിലാണ് വരുന്നത്. അഗൈൻ ഇതൊരു ഫുൾ സൈസ് കാറാണ്, V12 എൻജിൻ. ആൻഡ് നമുക്ക് കാണാം ഇതൊരു ഭയങ്കര ഒരു കൊഹസീവ് ഒരു ഡിസൈനാണ്. 40 വണ്ടിയാണ് ഉണ്ടാക്കിയത്. 40 വണ്ടി റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓൾ ഓഫ് ദം വേർ സോൾഡ് ഔട്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഹാർഡ് ടു സീ വൈ. ദിസ് ജസ്റ്റ് ലുക്സ് ക്രേസി. ആൻഡ് ഇഫ് സമ്മൺ വാസ് കുഡ് എഫോർഡ് ദിസ്, ഇതാണ് ശരിക്കും മേടിക്കേണ്ടത്. കാര്യം അത്ര സ്പെഷ്യലായിട്ടുണ്ട്. കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളിലും സംഭവം എനിക്ക് പേഴ്സണലി ഭയങ്കര അപ്പീൽ തോന്നി ഇതിൻ്റെ ഒരു കാർബൺ ഫൈബറും ഇതിൻ്റെ ഈ ഒരു ഫിനിഷും കൊണ്ട് തന്നെ. ആൻഡ് നമ്മൾ ഇത് 2016. നമ്മൾ 2016 കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2019 യു ഹാവ് ദ ലാംബോർഗിനി സിയാൻ. അഗൈൻ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കളറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതും. ലൈക്ക് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഫിനിഷും കാര്യങ്ങളാണ്. സോ ദിസ് ഇസ് അഗൈൻ ഫുൾ സൈസ് കാർ, V12 എൻജിൻ. പക്ഷേ ഇതിനകത്താണ് ആദ്യമായിട്ട് അവരൊരു
ഹൈബ്രിഡ് പവറും കൂടെ കൊടുത്തത്. സോ ബേസിക്കലി എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി സൂപ്പർ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റും എഞ്ചിൻ്റെയും ഇടയിൽ ആണ് ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ സിയാൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ബൊളനീസ് ഡയലക്റ്റിൽ ലൈറ്റ്നിങ് എന്നാണ് പറയുന്നത്. സോ അവരുടെ ഒരു ലാംബോർഗിനി പ്രൊഡക്ഷൻ കാറിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് ഒരു അസിസ്റ്റും കൂടെ വരുന്നത് സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിയാൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്കിത് കാണാം, എയറോഡൈനാമിക്സ് അവർ ദേവ് ഗോൺ ഓൾ ഔട്ട് ഓൺ ഇറ്റ്. ബട്ട് ഒരു ഡിഫറെൻറ്റ് ഇതാണ്, ഒരു ലിഫ്റ്റിംഗ് റിയർ വിങ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബാക്കിൽ ഫുൾ കാർബൺ ഫൈബർ ആൻഡ് അഗ്രസീവ് ഒരു ബോഡി കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അഗൈൻ ക്വൈറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് കാർ, വെരി ഇൻട്രസ്റ്റിംഗ് ഷെയ്ഡ് ഓൾസോ. 63 വണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് നമ്പർ 00. ബേസിക്കലി ഇതൊരു റോഡ് കാറായിട്ട് കൂട്ടുന്നില്ല, ഇത് ഇവരുടെ ഇൻറ്റേർണൽ ഇതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണിത്. അഗൈൻ നമ്മൾ ബോഡി വർക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ കാർബൺ ഫൈബർ എവ്രിവെയർ. ആ ഒരു അഗ്രസീവ്നെസ്സും കാര്യങ്ങളെല്ലാം അവർ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ അങ്ങനെ കൂൺടാഷിൻ്റെ കാര്യം പറഞ്ഞു, കൂൺടാഷ് ഹൗ ഇറ്റ് വാസ് എ ലെജൻഡറി കാർ എന്നും കൂടെ നമ്മൾ പറഞ്ഞു. എന്നാൽ കൂൺടാഷ് ആ ഒരു എറ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഇറ്റ് ഹാസ് ബീൻ നൗ റീബോൺ. സോ ദിസ് ഈസ് ദ ന്യൂ കൂൺടാഷ്. 2021 ഇറങ്ങിയ വണ്ടിയാണ്. സോ ദിസ് ഈസ് അഗെയിൻ എ ഫുൾ സൈസ് കാർ, V12 780 ഹോഴ്സ് പവർ. ആൻഡ് ഇതിന് ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് അസിസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പഴയ കൂൺടാഷിൻ്റെ 50th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വണ്ടി അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അവൻറ്റഡോറിൻ്റെ ആ ഒരു ബേസിൽ നിന്ന് ഒരു അഡ്വാൻസ്മെൻ്റ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയത്. ആൻഡ് സംഹൗ പേഴ്സണലി അവർ കുറേ കൂൺടാഷിൻ്റെ ബിറ്റ്സും സ്റ്റൈലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് ഈ ഒരു പേര് അവർ വേറൊരു വണ്ടിക്ക് വല്ല കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ബട്ട് സംഹൗ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് ഇറ്റ് ലുക്സ് എ ലോട്ട് മോർ അട്രാക്റ്റീവ്. ആൻഡ് ഇത് V12 എഞ്ചിനാണ്. ആൻഡ് ഒരു 34 bhp ഓളം ഒരു ഇലക്ട്രിക് അസിസ്റ്റും കൂടെ ഇതിന് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയായിരുന്നു, ഇത്രയും വണ്ടികളാണ് ഇപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് ഐ ക്യാൻ ഓൺലി ഇമാജിൻ ഈ വണ്ടികളെല്ലാം കൂടെ ഒരുമിച്ച് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഇവിടുത്തെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. ഒരു ചെറിയ ക്വയറ്റ് ഒരു മ്യൂസിയമാണ്. ബട്ട് സെറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ലാംബോർഗിനി സിറ്റി. എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടികളെല്ലാം കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് യു എൻജോയ്ഡ് ദി എപ്പിസോഡ്. അതുകൊണ്ട് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഈ എപ്പിസോഡിനെ പറ്റി എന്ത് തോന്നി, അതേപോലെ ഇതുപോലത്തെ കണ്ടൻറ്റ്സ് ഇനിയും കാണണമെന്നുള്ളതും, ഓർ ഡു യു വോണ്ട് ടു സീ തിങ്സ് ഇൻ മോർ ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളതും ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് എവ്രിവൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ്